ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയായി ഉത്തർപ്രദേശിൽ ബിഎസ്പി-എസ്പി മഹാസഖ്യം യാഥാർത്ഥ്യമായി. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കും. രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള സഖ്യമാണ് മായാവതിയുടെയും അഖിലേഷ് യാദവിന്റേതുമെന്ന് ബിജെപി പരിഹസിച്ചു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, എന്തൊക്കെ കാര്യങ്ങളാണ് മായാവതിയും അഖിലേഷ് യാദവും പറഞ്ഞത്? മറ്റ് വിശദാംശങ്ങൾ എന്താ? അനീഷ്, 24 വർഷത്തിലധികമായുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് അഖിലേഷ് യാദവും മായാവതിയും ഒരുമിച്ച് സഖ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലക്നൌവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരുവരും സഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ബിജെപിക്ക്, പ്രത്യേകിച്ച് മോഡിക്കും അമിത്ഷായ്ക്കും ഉറക്കമില്ലാത്ത രാത്രികൾ ഈ സഖ്യം സമ്മാനിക്കും എന്നുള്ളതാണ്. ഇരു പാർട്ടികളും 38 വീതം സീറ്റുകളിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 80 സീറ്റുകളുള്ള സംസ്ഥാനത്ത് അവശേഷിക്കുന്ന 2 സീറ്റുകൾ മറ്റ് പാർട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കും. അമേഠിയിലും റായ്ബറേലിയിലും, അതായത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളിൽ സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. കോൺഗ്രസിനെ സഖ്യത്തിൽ ഉൾപ്പെടുത്താത്തതിനെ ശക്തമായ ഭാഷയിലാണ് ഇരു നേതാക്കളും ന്യായീകരിച്ചത്. കോൺഗ്രസിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബിഎസ്പിക്കും എസ്പിക്കും യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കില്ല. മാത്രമല്ല, ബിജെപിയുടെ സമാനമായ സാമ്പത്തിക നിലപാടുകളും നയങ്ങളും തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം റഫാൽ അഴിമതിയാണ് അവർ നേരിടുന്ന ആരോപണമെങ്കിൽ കോൺഗ്രസിനും ബൊഫേഴ്സ് അഴിമതിയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഖ്യം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. കോൺഗ്രസുമായി ചേർന്നാൽ ഉള്ള സീറ്റ് വോട്ട് ശതമാനം കൂടി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതെല്ലാം കണക്കുകൂട്ടിയാണ് കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള തീരുമാനമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സഖ്യം കേവലം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരിക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2022 പൊതു തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ സഖ്യം തുടരുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മായാവതിയെ പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു അഖിലേഷ് യാദവിനോട് വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ അഖിലേഷ് വളരെ തന്ത്രപരമായ മറുപടിയാണ് അതിന് നൽകിയത്. ആരെ താൻ പിന്തുണയ്ക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതായാലും ഈ സഖ്യം അവസരവാദ സഖ്യമാണെന്നാണ് ബിജെപിയുടെ ആരോപണം. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്. ചരിത്രപരമായിട്ടുള്ള സഖ്യത്തിനാണ് ഇപ്പോൾ യു-പിയിൽ അഖിലേഷ് യാദവും മായാവതിയും ചേർന്ന വാർത്താ സമ്മേളനത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. പഴയ ശത്രുത പഴയ കാലത്തേതായി മാറിയിട്ടുണ്ട്, പഴങ്കഥയായി മാറിയിട്ടുണ്ടെന്നാണ് അവരിരുവരും പറഞ്ഞത്. और यदि बीएसपी व सपा यहाँ गठबंधन करके लोकसभा का आम चुनाव लड़ते हैं तो फिर इस बार केंद्र में बीजेपी को सत्ता में आने से जरूर रोका जा सकता है। बीजेपी एंड कंपनी के लोगों को किसी भी कीमत पर केंद्र की सत्ता में आने से या विशेषकर उत्तर प्रदेश से ही रोका जा सके तो फिर ये बीएसपी व सपा का बना गठबंधन देश में जल्दी ही होने वाले लोकसभा आम चुनाव में भी खासकर यहाँ उत्तर प्रदेश से बीजेपी के उम्मीदवारों को अब किसी भी कीमत पर कामयाब नहीं होने देगा, जिसकी हमें पूरी उम्मीद भी है। धर्म की आड़ में देश और समाज में नफरत का जहर घोलने वाली भाजपा की कूटनीति का विनाश करने के लिए और भाजपा के अत्याचारों से आम जनता को मुक्ति दिलाने के लिए ബാബറി മസ്ജിദ് തകർത്ത് ഉത്തർപ്രദേശിൽ ജൈത്രയാത്ര നടത്താനിറങ്ങിയ ബിജെപിയെ ചെറുത്ത അതേ തന്ത്രമാണ് സമാജ്വാദി പാർട്ടിയും ബിഎസ്പിയും ഇത്തവണയും പയറ്റുന്നത്. അന്ന് മുലായം സിംഗും കാഞ്ചിറാവുമായിരുന്നു ബിജെപിയെ ചെറുക്കാൻ കൈകോർത്തതെങ്കിൽ ഇത്തവണ അത് ചെയ്യുന്നത് അഖിലേഷ് യാദവും മായാവതിയുമാണ്. യാദവ് ഒബിസി പട്ടിക വിഭാഗങ്ങൾ കൈകോർക്കുമ്പോൾ ബ്രാഹ്മണ ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് രാമരഥത്തിലേറി വന്ന ബിജെപിയെ തളയ്ക്കാൻ 93-ൽ മുലായം സിംഗ് കണ്ട ഏക മാർഗമായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മ. മുലായം സിംഗിന്റെ ആ രാഷ്ട്രീയ ബുദ്ധി അന്ന് വിജയിച്ചു. അസാധ്യമാണെന്ന് കരുതിയിരുന്ന യാദവ ഒബിസി എസ് സി കൂട്ടുകെട്ട് ബിജെപിയെ തളച്ചു. മുലായം സിംഗ് നടത്തിയത് പരീക്ഷണമായിരുന്നുവെങ്കിൽ ഇന്ന് എസ് പി ബിഎസ്പി സഖ്യം ഒന്നിലധികം തവണ വിജയിച്ച തന്ത്രമാണ്. പരസ്പരം പോരടിച്ചാൽ സർവനാശമാകും ഫലമെന്ന തിരിച്ചറിവ് അഖിലേഷിനും മായാവതിക്കുമുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പിന്നാലെ നടന്ന ഫൂൽപൂർ ഗോരഖ്പൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിന്ന് വിജയിച്ചതോടെയാണ് പൊതുതെരഞ്ഞെടുപ്പിലും ഈ സഖ്യം യാഥാർത്ഥ്യമായത്. 2014-ൽ പരസ്പരം പോരടിച്ചപ്പോൾ 43% വോട്ടുകളോടെ ബിജെപി 71 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. 22% വോട്ട് നേടിയ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 5 സീറ്റുകൾ മാത്രം. 20% വോട്ട് ലഭിച്ചുവെങ്കിലും ബിഎസ്പിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. മായാവതിയും അഖിലേഷും അജിത് സിംഗിന്റെ ആർഎൽഡിയും കൈകോർക്കുന്നതോടെ 2019-ൽ സഖ്യത്തിന് 37 സീറ്റുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 36 സീറ്റുകളിൽ മാത്രം ബിജെപി ഒതുക്കപ്പെടും. സഖ്യത്തിന്റെ ഭാഗമാകുന്നതിനേക്കാൾ ഗുണം ചെയ്യും കോൺഗ്രസ് സഖ്യത്തിന്റെ പുറത്തു നിന്നാൽ. കോൺഗ്രസിന് 7.6% വോട്ടുണ്ട് ഉത്തർപ്രദേശിൽ. സ്വാധീനം ബ്രാഹ്മണർക്കിടയിൽ. ബിജെപിയുടെയും സ്വാധീന മേഖലയായ ബ്രാഹ്മണ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കോൺഗ്രസ് മഹാസഖ്യത്തിന് പുറത്തു നിൽക്കുന്നത് സഹായിക്കും. ടി ജെ ശ്രീലാൽ, പൊളിറ്റിക്കൽ ഡെസ്ക്.
2 ദിവസത്തെ BJP ദേശീയ കൌൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ പ്രമേയങ്ങൾക്ക് കൌൺസിൽ അംഗീകാരം നൽകി. വൈകിട്ട് നടക്കുന്ന സമാപന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കും. അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ മോദി പരാമർശിച്ചേക്കും. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ആലപ്പാട് വിഷയത്തിൽ സർക്കാർ നിലപാട് മയപ്പെടുത്തുന്നു. സമരക്കാരുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. വ്യവസായ വകുപ്പ് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കും. അശാസ്ത്രീയ ഖനനം പാടില്ല എന്ന നിലപാടാണ് സർക്കാരിനെന്നും നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട് വ്യക്തമാക്കി. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. അതിനകത്ത് വേറെ പ്രശ്നമില്ല. സ്വാഭാവികമായും ചർച്ച വേണ്ടി വരുമല്ലോ. ജനങ്ങളൊരു ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട് നടക്കുന്ന സമരം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. CPI ജനകീയ സമരങ്ങൾക്കൊപ്പമാണെന്നും കാനം കോഴിക്കോട്ട് പറഞ്ഞു. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെൻറ്. ഭൂമി നഷ്ടപ്പെടുന്നതോ ഒക്കെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവനത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് അതിന് നിയമസഭാ കമ്മിറ്റി ചില ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് രമ്യമായി സർക്കാർ ഒരു തീരുമാനമെടുക്കും. ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് ആലപ്പാട് ഖനന വിരുദ്ധ സമരസമിതി. സേവ് ആലപ്പാട് പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സമരസമിതി വ്യക്തമാക്കി. പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കരുത് എന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. ചർച്ചയാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഖനനവിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ IREL നടത്തുന്ന ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവയ്ക്കണം. ആലപ്പാട് തുറന്ന വേദിയിൽ ചർച്ചയാകാമെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിബന്ധനകളോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ശരിയല്ലെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, News 18, കൊല്ലം. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നവോത്ഥാന ചരിത്രത്തെ മുഖ്യമന്ത്രി വക്രീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സാമുദായിക പ്രീണനം നടത്തുന്ന മുഖ്യമന്ത്രിയെ തുറന്നു കാട്ടണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കി. UDFന്റെ ഏകദിന ഉപവാസ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ശബരിമലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണെന്നും BJPയും CPMും കേരളത്തെ ഭ്രാന്താലയമാക്കുകയാണെന്നും ആരോപിച്ചാണ് UDFന്റെ ഏകദിന ഉപവാസം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഏകദിന ഉപവാസത്തിൽ പങ്കെടുത്തു. ഹിന്ദു സംഘടനകൾ മാത്രമാണ് നവോത്ഥാനത്തിന്റെ ഭാഗമെന്നത് സർക്കാരിന്റെ തെറ്റിദ്ധാരണയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനത്തെ വിഭജിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും ചെന്നിത്തല. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ആ മഹത്തായ പാരമ്പര്യത്തെ തകർക്കാൻ എന്ന് ഗവൺമെന്റും RSSും BJPയും CPMും ഒരുമിച്ച് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ കാണണം. എല്ലാ പ്രകോപനങ്ങൾക്കും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമുദായത്തിന്റെ കറ്റ് ആ വിഭാഗത്തെ തട്ടിമാറ്റിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. കറകളഞ്ഞ ആശയമുള്ള പ്രസ്ഥാനമായിരിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനമെന്നാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ തത്വങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബഹുമാന്യനായ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 23-ന് UDFന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റും ജില്ലാ കളക്ടറേറ്റുകളും ഉപരോധിക്കും. News 18, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് K മുരളീധരൻ. പത്മകുമാറിന് CPMൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് UDFന്റെ ഏകദിന ഉപവാസത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനം ഇപ്പൊ തന്നെ ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ. ഇനി ഏതായാലും പാർട്ടിയിൽ ഇനി വേറൊന്നും നോക്കണ്ട.
അദ്ദേഹത്തിന് ഈ ഭാവി രാഷ്ട്രീയമൊക്കെ ഒന്ന് ഇപ്പം ആലോചിക്കുന്നത് നല്ലതാണ്. ജനാധിപത്യ മതേതര സംവിധാനത്തിൻ്റെ കൂടെയൊക്കെ അദ്ദേഹം നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളൊക്കെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് കൂടെ പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കാം. നിപ്പ രോഗബാധ ഉണ്ടായപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും സേവനം നടത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ജീവിക്കാനുള്ള സമരത്തിലാണ്. സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയതോടെ 42 പേർക്കാണ് ജോലി നഷ്ടമായത്. എന്നാൽ സർക്കാർ ആരെയും പിരിച്ചുവിടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. നിപ്പ രോഗബാധയിൽ നാടാകെ വിറങ്ങലിച്ച സമയത്ത് ഡോക്ടർമാരടക്കമുള്ള സ്ഥിരം ജീവനക്കാരിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്ത സമയത്താണ് 42 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയുള്ള ദൗത്യത്തിലേർപ്പെട്ട ഇവരെ സമൂഹം വാനോളം പുകഴ്ത്തി. അന്ന് മാലാഖമാരെന്ന് വിളിച്ച സർക്കാരും പറഞ്ഞതെല്ലാം സൗകര്യപൂർവ്വം മറന്നപ്പോൾ ജീവിക്കാനായുള്ള സമരപാതയിലാണ് ഇവർ ഇന്ന്. അന്നിപ്പോൾ ഈ ജോലി സ്ഥിരപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊന്നും വന്നവരല്ല ആരും. ഇങ്ങനെ ആവുന്നെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ ഒരു വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ വന്നു. നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ളവരെ ഡിസംബർ 31 പിരിച്ചുവിട്ടു. താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ജോലി തുടരാമെന്ന പ്രതീക്ഷകൾ ഇതോടെ അസ്തമിച്ചു. ഇത്രയും കാഠിന്യം കൂടിയ സമയത്ത് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ സർക്കാർ ആരെയും പിരിച്ചുവിടില്ലെന്നും സ്ഥിരം നിയമനത്തിന് ചില നിയമതടസ്സങ്ങളാണുള്ളതെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. അവരെ എങ്ങനെയാന്ന് വെച്ചാൽ താൽക്കാലികമായി വരുന്ന ഒഴിവുകളിൽ അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിപ്പ കാലത്ത് ഒരു നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ ഇറങ്ങിയവരാണിവർ. നിപ്പയെ അതിജീവിക്കുന്ന ഘട്ടത്തിൽ നൽകിയ സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നത് നീതീകരിക്കാനാവില്ല. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും പ്രയാണം തുടങ്ങി. പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്രയുടെ തുടക്കം. വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഘോഷയാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ എന്താണ്? സനീഷ്, ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ചടങ്ങ് എന്നുള്ള നിലയിൽ തന്നെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉടവാൾ പ്രതിനിധിയായിട്ടുള്ള രാമവർമ്മയ്ക്ക് കൈമാറി. ഇതിനുശേഷം രാമവർമ്മ ഇവിടെ നിന്നും പര്യടനത്തിന് നേതൃത്വം നൽകുന്ന രാഘവവർമ്മയ്ക്ക് ഉടവാൾ കൈമാറി. ഇതിനുശേഷമാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. 22 അംഗ സംഘമാണ് ഈ യാത്രയുടെ ഭാഗമായിട്ട് ഉള്ളത്. ഇവർ ഇന്ന് നിരവധി ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇന്ന് ആദ്യം തങ്ങുന്നത് അയിരൂർ ക്ഷേത്രത്തിലാണ്. നാളെയും ഈ പര്യടനം തുടരും. നാളെ ലാഹ ഗസ്റ്റ് ഹൗസിലാണ് ഇവർ തങ്ങുന്നത്. ഇതിനുശേഷം മറ്റന്നാൾ അട്ടത്തോട് നീലിമല ശരംകുത്തി വഴിയാണ് സന്നിധാനത്തേക്ക് പ്രവേശിക്കുക. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരും ഭക്തരും ചേർന്ന് ഇവരെ ഈ യാത്രയെ സ്വീകരിക്കും. ഇതിനുശേഷം മകരവിളക്കിനോട് അനുബന്ധിച്ചാണ് ഈ ഭഗവത് വിഗ്രഹത്തിൽ ഈ തിരുവാഭരണം ചാർത്തുക. ഈ മകരവിളക്കിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നത്. പന്തളത്തു നിന്നും ഇപ്പോൾ പന്തളം ക്ഷേത്രത്തിൽ നിന്നും ഈ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. സനീഷ്, നന്ദി സുർജിത്ത് വിവരങ്ങൾക്ക്. മകരവിളക്ക് അനുബന്ധിച്ച് ശബരിമലയിലെ തയ്യാറെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി നിരീക്ഷക സമിതി വ്യൂ പോയിന്റുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നിർദ്ദേശം നൽകിയെന്നും മേൽനോട്ട സമിതി വ്യക്തമാക്കി. മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് തിരക്ക് കൂടുകയാണ്. നിലവിലെ തിരക്കനുസരിച്ച് സന്നിധാനത്തെ ക്രമീകരണങ്ങൾ തൃപ്തികരമെന്നാണ് മേൽനോട്ട സമിതിയുടെ വിലയിരുത്തൽ. അതേസമയം തിരക്ക് കൂടുമ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. മകരജ്യോതി കാണുന്നതിനുള്ള വ്യൂ പോയിന്റുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. സുരക്ഷാ ക്രമീകരണങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്നും റിട്ടയർഡ് ജസ്റ്റിസ് PR രാമൻ പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈക്കോടതിയിലെല്ലാം ഞങ്ങൾ നിരീക്ഷിച്ചതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മകരവിളക്ക് ദിവസങ്ങളിലെ മുൻ വർഷങ്ങളിലെ തിരക്കിലേക്ക് സന്നിധാനം എത്തിയിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ തിരക്കേറുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇതാദ്യമായാണ് മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് ആൾ കുറഞ്ഞു കാണുന്നതെന്ന് ഭക്തർ പറഞ്ഞു. അത്ര റഷ് കുറച്ചോ കൂടെ സ്ഥലമൊന്നും ഫ്രീ ഒന്നും കാഞ്ചപ്പെട്ടില്ല. അവിടെ കുളിക്കോ 2 മണിയാവും. ഇപ്പോൾ ഞാൻ ഒരേ ആള് ഫുള്ള് ടോയ്ലറ്റിൽ ഞാൻ പോയ ആള്, വേറെ ആള് സ്വാമിക്കാരേ ഇല്ല അവിടെ. മകരവിളക്കിനോടനുബന്ധിച്ച ശുദ്ധിക്രിയകൾക്ക് രാത്രിയോടെ സോപാനത്ത് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. വാർത്തകൾ തുടരുന്നു. CBI മുൻ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി അതീവ തിടുക്കത്തിലാണ് വർമ്മയെ മാറ്റിയത് എന്നും ജസ്റ്റിസ് പട്നായിക് പറഞ്ഞു. അതിനിടെ രാകേഷ് അസ്താനയ്ക്കെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തി CVC KV ചൌധരി അലോക് വർമ്മയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു.
CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ തിടുക്കത്തിൽ പുറത്താക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ കൂടുതൽ സംശയത്തിലാക്കിയാണ് പുതിയ വെളിപ്പെടുത്തൽ. വർമ്മയ്ക്കെതിരായ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത് മുൻ ജഡ്ജി AK പട്നായിക്കിനെയായിരുന്നു. അഴിമതി ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പട്നായിക് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. രാകേഷ് അസ്താന നൽകിയ പരാതി മാത്രമാണുള്ളത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ താൻ കണ്ടെത്തിയതല്ല. CVC പറയുന്നത് അന്തിമവാക്കല്ല. CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർമ്മയ്ക്കെതിരെ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി തീരുമാനമെടുത്തത് അതീവ തിടുക്കത്തിലാണ്. സെലക്ഷൻ കമ്മിറ്റി സ്വന്തം നിലയിൽ തീരുമാനമെടുക്കണമായിരുന്നുവെന്നും പട്നായിക് അഭിപ്രായപ്പെട്ടു. ഇതോടെ റഫാലിൽ അന്വേഷണം ഭയന്ന് കേന്ദ്ര സർക്കാർ വർമ്മയെ ഇരയാക്കിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. നീരവ് മോഡിയെയും വിജയ് മല്യയെയും സഹായിക്കാൻ ശ്രമിച്ചുവെന്നതടക്കം 6 ആരോപണങ്ങളിലാണ് അന്വേഷണം. സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകളുമായി അലോക് വർമ്മ ഉടൻ രംഗത്തെത്തിയേക്കുമെന്നാണ് സൂചന. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന 3 ഏറ്റുമുട്ടലുകൾ വ്യാജമെന്ന റിപ്പോർട്ട്. സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ സമിതിയുടേതാണ് കണ്ടെത്തൽ. ഈ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ട 10 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ജസ്റ്റിസ് HS ബേദി സമിതി ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന ഭരണത്തിലുള്ളവരോ രാഷ്ട്രീയക്കാരോ ഏറ്റുമുട്ടലിൽ ഇടപെട്ടു എന്നതിന് തെളിവില്ലെന്നും ബേദി സമിതി ചൂണ്ടിക്കാട്ടി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന 2002-2006 കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന 20 ഏറ്റുമുട്ടൽ കേസുകളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് HS ബേദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ലക്ഷ്യമിട്ടായിരുന്നു പോലീസ് ഏറ്റുമുട്ടലുകളെന്ന് മുൻ IPS ഉദ്യോഗസ്ഥൻ RB ശ്രീകുമാർ ആരോപിച്ചിരുന്നു. ജസ്റ്റിസ് HS ബേദി സമിതി ഈ വാദം തള്ളി. ഹിന്ദുക്കളും ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റുമുട്ടലുകൾ സംസ്ഥാന ഭരണത്തിലുള്ളവരുടെയും രാഷ്ട്രീയക്കാരുടെയും അറിവോടെ ആയിരുന്നുവെന്ന ആരോപണവും സമിതി അംഗീകരിച്ചില്ല. ചില കേസുകളിലെ അന്വേഷണത്തിൽ ഇടപെടാൻ ശ്രമം നടന്നു. 10 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസ് ബേദി സമിതി ശുപാർശയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ്, ഇഷ്റത് ജഹാൻ ഏറ്റുമുട്ടൽ കേസുകളിലടക്കം അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായിരുന്ന BG വർഗീസ്, കവി ജാവേദ് അക്തർ എന്നിവർ നൽകിയ ഹർജിയിലാണ് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ കോടതി അനുമതി നൽകിയത്. ഹർജിക്കാരുടെ മറുപടി ലഭിച്ച ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18, ഡൽഹി. ജമ്മു കശ്മീരിലെ നൌഷേറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് മലയാളി മേജർ കൊല്ലപ്പെട്ടു. ആലുവ സ്വദേശി മേജർ ശശിധരൻ V. നായരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന റൈഫിൾമാൻ ജിവാൻ ഗുവാങ്ങും മരിച്ചതായി സൈനിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിൽ പരിക്കേറ്റ 2 സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് SBI ശാഖ അടിച്ചു തകർത്ത സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞു. പ്രതികൾ തിരുവനന്തപുരത്ത് തന്നെ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ 2 പേരൊഴികെ മറ്റാരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. GST വകുപ്പ് ഉദ്യോഗസ്ഥനും NGO യൂണിയൻ ജില്ലാ നേതാവുമായ സുരേഷാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട 8ാമത്തെയാൾ. മറ്റൊരു പ്രതിയായ യൂണിയൻ സംസ്ഥാന നേതാവ് സുരേഷ് ബാബുവിനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ശ്രീവത്സൻ, അനിൽകുമാർ, ബിജുരാജ്, ബിനുകുമാർ, അജയകുമാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികൾ വീടുകളിലോ ഓഫീസിലോ എത്തുന്നില്ലെന്നാണ് പോലീസ് വിശദീകരണം. തലസ്ഥാനത്ത് തന്നെ ഒളിവിൽ തുടരുന്നതായും സൂചനയുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതായാണ് സൂചന. ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ഹരിലാൽ, അശോക് എന്നിവരുടെ ജാമ്യാപേക്ഷ നേരത്തെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പ്രതികൾ ഓഫീസുകളിലെത്തിയാൽ അറിയിക്കണമെന്നാണ് മേലധികാരികൾക്ക് പോലീസ് നിർദ്ദേശം. ബാങ്കിന് പണം നൽകി പ്രശ്നം ഒത്തുതീർപ്പിലാക്കാനുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പ്രതിഷേധിച്ച സിസ്റ്റർ ലൂസിക്കെതിരെ നടപടിയെടുക്കരുത് എന്നാവശ്യപ്പെട്ട് ആലുവ FC കോൺവെന്റിന് മുന്നിൽ പ്രാർത്ഥനാ ധർണ. ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിന്റെയും ചർച്ച് ആക്ഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ധർണ. കന്യാസ്ത്രീകൾക്കെതിരെ വാർത്ത നൽകിയ പത്രവും പ്രതിഷേധക്കാർ കത്തിച്ചു. സഭ കൂടുതൽ നടപടിയെടുത്താൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചർച്ച് ആക്ട് ആക്ഷൻ കൌൺസിൽ നേതാവ് അഡ്വക്കേറ്റ് ഇന്ദുലേഖ പറഞ്ഞു. എക്സൈസ് വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച വിമുക്തി മൺസൂൺ മാരത്തണിൽ കെനിയൻ താരങ്ങളുടെ ആധിപത്യം. 1ഉം 2ഉം സ്ഥാനങ്ങൾ കെനിയ നേടി. വിവിധ വിഭാഗങ്ങളിലായി 5000-ലധികം പേരാണ് മാരത്തണിന്റെ ഭാഗമായത്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 5:30 എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തത്. 21 കിലോമീറ്റർ മാരത്തണിൽ കെനിയയുടെ ഐസക് എൻഡ്യൂറോ 1ാമതെത്തി. കെനിയയുടെ തന്നെ ഐസക് കിംബോയ്ക്കാണ് 2ാം സ്ഥാനം. ഇന്ത്യൻ വിഭാഗത്തിൽ സഞ്ജയ് അഗർവാൾ 1ാമതെത്തി. ലഹരി വസ്തുക്കളുടെ നിരോധനത്തെക്കാളുപരി ബോധവൽക്കരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ലഹരിക്ക്
വിധേയമായവരെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടത്തിയ പ്രത്യേക മാരത്തണിൽ കോട്ടയം സ്വദേശി യെബിൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി.